ഞാൻ അഭിലാഷിനോട് അപ്പൊ അഭിലാഷ് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വയ്യാതെ ഞാൻ അത് ആ വിഷ്വൽസിൽ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. ഞാനിവിടെ പിടിച്ച് ഇല്ല. ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ അഭിലാഷിനോട് പറയുന്നുണ്ട്, അഭിലാഷ് എനിക്ക് വയ്യ, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം കണ്ട ഞാനിവിടെ പിടിക്കുകയും അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെന്നെ പിടിക്കാനോ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞാൻ എന്തായാലും അവിടെ സ്ലോ ആയി ഞാൻ നിൽക്കുന്നുണ്ട് അവിടെ, കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ താഴേക്ക് വന്ന് അവിടെ ആദ്യം കണ്ട ഒരു സിമെന്റ് ബെഞ്ച് ഉണ്ടല്ലോ, അവിടേക്ക് ഞാൻ ഇരിക്കാനായിട്ട് അവിടെ ഇരുന്നെന്ന് തോന്നുന്നു. ഇരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. പിന്നെ കാണുന്ന ദൃശ്യങ്ങളിൽ മന്ത്രി ഇരിക്കുകയാണ്. അതെ. അത് അപ്പൊ അവിടെ സ്പീക്കർ വന്നിട്ട് എന്നോട് നീ ഈ ഒരു ശരീരാവസ്ഥയിൽ പോകണ്ട എന്നുള്ളത് പറഞ്ഞു. അത് മാത്രല്ല, എനിക്ക് അപ്പോഴത്തേക്കും വയ്യാതായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഇപ്പൊ സ്പീക്കർ വന്നു. സ്പീക്കർ മിനിസ്റ്ററോട് സംസാരിച്ചു. സ്പീക്കർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് തന്നു. സംസാരിക്കുന്നത് ദൃശ്യമുണ്ട്, സംസാരിക്കുന്ന ഓഡിയോ ഉണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട് എനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന്. അതിനു മുമ്പ് സ്പീക്കറുടെ ഓഡിയോ ഉണ്ട്, നമുക്ക് അഡ്മിറ്റ് ആക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ തുടർന്നാണ് ഈ സംഭവത്തിന് ശേഷം കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന മന്ത്രിക്ക് ഈ സ്പീക്കറും മറ്റുമൊക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തിയപ്പോ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത് എന്ന ഒരു തിയറി വരുന്നത്. അഭിലാഷ്, എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആൺകൂട്ടം വന്ന് ആക്രമിക്കുന്നു. അതിനുശേഷം അതിൽ നമുക്ക് ഇതുണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് ഇവര് പറയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇത് വെറുതെയാണ് എന്ന് പറയാണ്. ഇനി അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇതില് മെഷീൻസ് കള്ളം പറയുമോ? അതായത് എനിക്ക് ആ സമയത്ത് ആശുപത്രിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ അവര് ഡോക്ടേഴ്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്, റെക്കോർഡഡ് അല്ലേ അതിപ്പോ അതെങ്ങനെയാണ്? അപ്പൊ ഇതിലൊരു കാര്യം ഉള്ളത്, അത്രയും വയ്യാത്തൊരു സാഹചര്യത്തിൽ ആ സ്റ്റെപ്പ് ഉൾപ്പെടെ താഴോട്ട് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ താഴെ വന്നവിടെ ഇരിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഡോക്ടർമാര് ആശുപത്രിയിൽ പോയി. ആശുപത്രി പോയതിനു ശേഷം ഡോക്ടർമാര് ആണല്ലോ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പൊ BP high ആണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇവിടേക്കുള്ള ഈ കൈകളിലേക്കും കഴുത്തിലേക്കും ഉള്ള ഇത് കംപ്രസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതാകാം എന്നുള്ളതാണ് ഡോക്ടർമാര് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടായ തീവ്രമായിട്ടുള്ള വേദന അതുകൊണ്ട് ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പൊ ബാക്കി അത് ഡോക്ടർമാരാണല്ലോ അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ കയ്യിലുണ്ടല്ലോ. പരിശോധനാ റിപ്പോർട്ടുകളിൽ എന്താണ് പറയുന്നത്? MRI അടക്കം എടുത്തിട്ടില്ലേ? യെസ്. അതിൽ ക്ഷതം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെ ഒരു ക്ഷതമുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ അതില് ഞാൻ പറയുന്നതേ എന്തൊരു കഷ്ടാണ് ആക്രമിക്കുക. അല്ല, ഞാനിതൊക്കെ ചോദിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു വിവാദം ഞാൻ ഇൻസെൻസിറ്റീവ് ആയിട്ട് ചോദിക്കാന്ന് വിചാരിക്കുന്നത്. അതായത് ഒരു ആക്രമണം ഉണ്ടാകുക, അതിലൊരു ക്ഷതമേൽക്കുക, അതായത് ആ ക്ഷതമേറ്റതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന വേദന ആണല്ലോ കൈകളിലേക്കും അതോടൊപ്പം തന്നെ കഴുത്തിലേക്കും ഒക്കെയുള്ള വേദനയുടെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ BP നല്ല ഹൈ ആയിട്ട് ഷൂട്ട് അപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അത് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് പിന്നെ MRI സ്കാൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാര് നിർദ്ദേശിച്ചത്. അന്ന് അവിടെ അവരുടെ ഒരു ജില്ലാ ആശുപത്രി നോക്കിയതിന് ശേഷം MRI സ്കാൻ കൂടി എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് പരിയാരത്തേക്ക് പോയത്. ഞാൻ കേട്ടു പരിയാരത്ത് ICUല് എന്തിനാണ് ആക്കിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പരിയാരത്തെ ICUല് എന്ന് പറഞ്ഞാൽ ആ ICU ഇപ്പൊ പുതുതായിട്ട് നമ്മൾ സജ്ജമാക്കിയതാണ്. ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ അത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സജ്ജമാക്കിയത്. ആ ICUല് വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങാൻ പോവാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ. അന്ന് അതിന്റെ ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ KS ഓട്ടോയുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ICU ആണ് പരിയാരത്തെ ICU. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും അധികം പോലീസിനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും പിന്നെ പോലീസിനും ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. കാരണം പോലീസിന്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ചല്ലേ ഇവര് വന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ എനിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഒരു കാഠിന്യം, അത്
ഏതൊക്കെ തരത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, അപ്പൊ ആരോഗ്യത്തിന്റെ ഗുരുതരാവസ്ഥയേക്കാൾ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ICU-വിൽ. അല്ല, അതൊക്കെ ഡോക്ടർമാരാണല്ലോ പറയുക. അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഉള്ളത് എന്റെ വേദനകളും, എന്റെ കഴുത്തിന്റെ വേദനയും, എന്റെ കൈയുടെ വേദനയും, അതോടൊപ്പം തന്നെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള ഈ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നാണിപ്പോ എനിക്ക് അത് ഛർദില് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ആ നിലയിൽ അത് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ആക്രമിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആക്രമിച്ചതിന് ശേഷം വന്ന് പറയേണ്ടി വരിക, എക്സ്പ്ലെയിൻ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആളുകൾ പറയാണ് ഇത് വെറുതെ. ആ ഒരു മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥയാണത്. ഇത് വെറുതെയാണ് ആക്രമിക്കുന്ന. ഇപ്പോ നമ്മളൊരു ഇങ്ങനെ ഒരു ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോ വാസ്തവത്തിൽ അതിനെ പൊതുവിൽ അപലപിക്കുകയാണ് ചെയ്യുക, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും. പക്ഷെ എവിടെ ഈ കോൺഗ്രസിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ എവിടെ വനിതാ നേതാക്കളൊക്കെ എവിടെ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ത്രീക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോ ആരെങ്കിലും ഇതിൽ അപലപിച്ചോ? എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു മാർഗമില്ലേ? ആ ജനാധിപത്യപരമായ മാർഗത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകത്തക്കവണ്ണം ആ നിലയിൽ അത് പ്രേരിപ്പിച്ചത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ചെയിൻ പോലെ നമ്മൾ ആലോചിക്കണം. ഒന്ന് നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മൃതദേഹത്തിലാണല്ലോ റീത്ത് വെക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. അതിനുശേഷം പിന്നീട് തുടരെ ആക്ഷേപകരമായി പ്രസംഗിക്കുക. അതിനുശേഷം വയനാട്ടിൽ ഒരാൾ പറയുകയാണ് അവളുടെ മുഖം ഞങ്ങൾ കറുപ്പിക്കും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അവളുടെ മുഖം ഞങ്ങൾ കറുപ്പിക്കും എന്ന് പറയും. അവളൊന്ന് ഇറങ്ങട്ടെ വെളിയിൽ. ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപാണ്. അതിനുശേഷം വഴിയിൽ ഉടനീളം വന്ന് ഗ്ലാസ്സിലടിക്കുക, ഫ്ലാഗ് പോസ്റ്റ് ഒടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടോ ഒരു സൈഡിൽ നിന്നിട്ടല്ലല്ലോ കരിങ്കൊടി കാണിക്കുന്നത്. അവര് ഈ ആൾക്കൂട്ടത്തിനകത്തേക്ക് കയറി, ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് കയറി വരികയല്ലേ? എന്തിനാണ്? അതെന്തിനായിരുന്നു?